അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കേ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ തയ്ച്ച കുറച്ച് ഡ്രസ്സുകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് അവർക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ദാ സ്റ്റെപ്പ് സ്കേർട്ട്, അംബർല സ്കേർട്ട്, അങ്ങനെ പല മോഡൽ സ്കേർട്ടുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വാട്സപ്പിലൂടെയാണ് ക്ലാസ്, റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് വരുന്നത് കേട്ടോ. 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. സാരി ബ്ലൗസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലോങ് ബ്ലൗസ്, അതായത് പട്ടുപാവാടയുടെ ബ്ലൗസൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ തട്ടുപാവാട, പിന്നെ ബോട്ടം കണ്ടോ, 3 മോഡൽ ബോട്ടം പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പിലൂടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം. റെക്കോർഡഡ് ആയിട്ടാണല്ലോ. ഞാനിപ്പോൾ ഇന്ന സമയത്ത് ഇരിക്കണം, ഇത്ര മണിക്ക് ഇരിക്കണം, അങ്ങനെയൊന്നുമില്ല. ലൈവ് ക്ലാസ് അല്ല. വാട്സപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് തരുന്നത്. അതുപോലെ തന്നെ അളവെടുക്കുന്നതും അത് കാൽക്കുലേറ്റ് ചെയ്യണതും എല്ലാം പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ ആരുടെ അളവെടുത്ത് വേണമെങ്കിലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമുക്കുണ്ടല്ലോ തയ്ക്കാൻ അറിയായിരിക്കും, തയ്ക്കാൻ നല്ലപോലെ അറിയായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രശ്നം എന്തായിരിക്കും? കട്ടിങ് ആയിരിക്കും. കട്ടിങ് എന്ന് പറയണത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൻ്റെ കണക്കും കാൽക്കുലേഷനുമാണ് കറക്റ്റ് ആവേണ്ടത്. അപ്പോൾ കണക്കും കാൽക്കുലേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ അളവെടുത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് ഈ കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ മാത്രമല്ല, ആദ്യം അളവെടുക്കണം കാണിച്ചു തരും. അതെന്നിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ മെത്തേഡിലാണ് കേട്ടോ ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ഇട്ടിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അതെല്ലാം എനിക്ക് ഇതിൻ്റെ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പിള്ളേർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും തീരൂല്ലേ, പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് താണ്ട കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഉള്ള ഫോട്ടോയും കൂടെ സെൻഡ് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടാണല്ലോ നിങ്ങളെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റു പലരും ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഫീസ് വാങ്ങിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരാരും അവരുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നില്ല. ഫ്രീ ആയിട്ടായിരിക്കും അവർ ക്ലാസ് എടുക്കുന്നത്, നമ്പർ തരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പം? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മറുപടി കിട്ടണം എന്നില്ല. പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടെ അത് കംപ്ലീറ്റ് ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ തയ്യലൊക്കെ കഴിഞ്ഞു, 2 മാസവും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചിട്ട് സംശയം ചോദിക്കാം കേട്ടോ. പിന്നെ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമായിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള സമയവും കിട്ടും. പിന്നെ നമുക്ക് ക്ലാസ്സിൽ ചേരാനായിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ വേണം. അതായത് വാട്സപ്പൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫോൺ വേണം. പിന്നെ വേണ്ടത് തയ്യൽ മെഷീൻ ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കുമല്ലോ. അതുകൂടാതെ നമുക്ക് വേണ്ടത് ടേപ്പ്, കത്രിക, നൂല്. പിന്നെ നമ്മൾ തയ്ച്ച് പഠിക്കുന്നത് എല്ലാം പഴയ തുണികളിലാണ്. പഴയ തുണികളിൽ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് നഷ്ടം വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പഴയ തുണികളിൽ തയ്ച്ച് പഠിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നൈറ്റി, ചുരിദാറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരുവിധം തയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെട്ടാനുള്ള ആ ധൈര്യക്കുറവൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയ തുണിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് പിന്നെ ആരുടെ തുണിയാണെങ്കിലും ഒരു പുതിയ തുണി കൊണ്ടുവന്നിട്ട് എനിക്കൊരു നൈറ്റി തയ്ച്ചു തരണം, എനിക്കല്ലെങ്കിൽ ഒരു സ്കേർട്ട് തയ്ച്ചു തരണം, അല്ലെങ്കിൽ ഒരു ചുരിദാർ തയ്ച്ചു തരണം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ധൈര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പഴയ തുണിയിട്ട് വെട്ടിയാൽ മതി എന്ന് ഞാൻ പറയണേ കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ആദ്യം തന്നെ പുതിയ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കുറവുള്ള സമയത്ത് വെട്ടി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ധൈര്യക്കുറവ് നമുക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് പഴയ തുണികൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറയണം. പക്ഷേ പുറത്തുള്ളവരൊക്കെ അവരുടെ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഗൾഫിൽ വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ പഴയ തുണിയൊന്നും കാണില്ല. അങ്ങനെയുള്ളവർ പുതിയ തുണി ഇട്ടിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ തയ്ച്ചത്. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടിട്ടുള്ള ഫോട്ടോയും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ സന്തോഷമാണ്. പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവരിട്ടിട്ട് കാണുമ്പോഴത്തേക്കും അവരുടെ സന്തോഷം കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. എന്തായാലും
ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആവണു. അടിപൊളിയായിട്ട് ഇതുവരെ ക്ലാസ് പോകുന്നുണ്ട്. സാരി ബ്ലൗസൊക്കെ പഠിപ്പിച്ച് തരും കേട്ടോ. സാരി ബ്ലൗസൊക്കെ അളവെടുക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ പഠിപ്പിച്ച് തരും. അതുപോലെ തന്നെ ഇതാ അണ്ടർ സ്കേർട്ട്. ഇനി ഇതാ ഒരു കുഞ്ഞിപ്പെണ്ണ് പെറ്റിക്കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് പെറ്റിക്കോട്ടിലാണ് കേട്ടോ. പെറ്റിക്കോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സാരി ബ്ലൗസിൽ വന്ന് അവസാനിക്കും. ഇത് ലൈനിങ് ഇട്ട ബ്ലൗസാണ് കേട്ടോ. ബാക്കിലൊക്കെ കെട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ലൈനിങ് ഇട്ട ബ്ലൗസാണത്. ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആം ഹോളിൽ ചുളിവ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഈ ക്ലാസ്സിൽ. ഈ കണക്കനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം തയ്ച്ചുകൊണ്ട് റെഡിയാവില്ല, കുറേ പ്രാവശ്യം ഇങ്ങനെ തയ്ച്ച് റെഡിയാക്കി എടുക്കും. പിന്നെ പെറ്റിക്കോട്ടൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുപോലെ കുഞ്ഞുടുപ്പുകൾ, വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അളവൊക്കെ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ച്ചിട്ട് ഇട്ടും കാണിക്കും. പിന്നെ ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്ത് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഓണം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ സ്വന്തം മക്കൾക്ക് സ്വന്തം തന്നെ തയ്ച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്. അതുകൂടാതെ പ്രൊഫഷണലായിട്ട് എടുക്കണവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തയ്യൽ കട തുടങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് ആർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. അപ്പോൾ 1000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ചുരിദാർ അല്ലെങ്കിൽ 2 ചുരിദാർ തയ്ക്കണേ ക്യാഷേ ആവണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ തന്നെ തയ്ച്ചെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ നഷ്ടം വരേണ്ട കാര്യം വരണില്ലല്ലോ. അതുകൂടാതെ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുകയാണെങ്കിലോ അവിടെ പ്ലസ് ലാഭവും കൂടെ കിട്ടും. കണ്ടാ തട്ടുടുപ്പൊക്കെ തയ്ച്ചേക്കണുണ്ട്, അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ തയ്ച്ച് ഇട്ട ഫോട്ടോസാണ്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവർ തയ്ച്ചിട്ട് അവരുടെ സന്തോഷം കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ് എനിക്കും. അപ്പോൾ പല മോഡൽ ഡ്രസ്സുകളും നമ്മളിപ്പോൾ കണ്ടു. ഉടുപ്പായിട്ടും പാവാടയായിട്ടും സാരി ബ്ലൗസായിട്ടും ചുരിദാർ, നൈറ്റി എന്ന് വേണ്ട എല്ലാ ഐറ്റവും എൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാനൊന്ന് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. എൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിൽ കണ്ടല്ലോ, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഫോൺ നമ്പർ ഉണ്ട്. 1-ാം തീയതിയാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആ നമ്പറിൽ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. ഇതിപ്പോൾ തയ്യൽ നമുക്ക് പ്രൊഫഷണലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പലരും പോയിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചേരും. അപ്പോൾ അവർക്ക് തയ്യൽ അറിയില്ലായിരിക്കും. അവർ ഐഡിയാസ് മുഴുവൻ പറഞ്ഞു കൊടുക്കും. നമ്മളെപ്പോലെ ഈ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മൊത്തം ഐഡിയ കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും കൂടെ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാ ഐഡിയപരമായിട്ടുള്ള ഡ്രസ്സുകളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് വ്യത്യാസം. അല്ലാതെ നമ്മൾ ആദ്യം ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ പഠിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവാത്ത പോലെ ഉണ്ടാവും. ആദ്യം ഇത് പഠിച്ചിട്ട് പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഫാഷൻ ഡിസൈനിങ് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നില്ല, വേറെ എവിടെയാണെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവും കേട്ടോ. അപ്പോൾ ബേസ് മൊത്തം നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും എടുക്കുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചേരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ വീഡിയോസ് റെക്കോർഡഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് പഠിക്കാം, നമ്മുടെ സമയം അനുസരിച്ച് പഠിക്കാം. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാം. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.